ആശ്വസിപ്പിക്കാൻ വേണ്ടി ഈ കണ്ണൊന്ന് പൊടിയുന്ന കൂടിയില്ല. പക്ഷെ ഉള്ളിൽ കരയാണെന്ന് എനിക്കറിയാം. എന്തൊക്കെയാണ് നീ പറയുന്നത്? എനിക്ക് വേണ്ടി എല്ലാവരും ത്യാഗം ചെയ്യുന്നു. അതില് മുൻപന്തിയിൽ അമ്മ തന്നെയാണ്. ആ ചായക്കടയല്ലേ അമ്മ നമ്മളെ ഇത്രത്തോളം ആക്കിയത്. എന്നെ കളക്ടറാക്കിയതിന് പിന്നിലും ആ ചായത്തട്ട് തന്നെയാണ്. ദിവസത്തിൽ 24 മണിക്കൂറും പോരാന്ന് തോന്നി പണിയെടുത്തിരുന്ന ആ കാലം, അത് ഇനി നമുക്ക് വെറും ഓർമ്മയാ. അമ്മ എന്നെ വെറുക്കരുത്, എന്നെ ശപിക്കരുത്. എന്റെ തീരുമാനം തെറ്റാണോ ശരിയാണോന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്കിവിടുന്ന് പോവാം. ട്രെയിൻ ഇപ്പൊ വരും. കുഞ്ഞേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ പപ്പി ഉണ്ടാവില്ലായിരുന്നു. പപ്പി ഇന്ന് ജീവനോടെ ഇരിക്കുന്നതിന് കാരണം എന്റെ കുഞ്ഞേച്ചിയാ. കുഞ്ഞേച്ചി ബ്ലഡ് കൊടുത്തില്ലായിരുന്നെങ്കിൽ പപ്പി മോൾ ഇന്ന് ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരെയും പപ്പിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞു വന്നാ ഞാൻ. എനിക്ക് പപ്പിയെ കാണണം. എനിക്ക് എന്റെ പപ്പി ഇപ്പൊ കാണണം. ഈശ്വര, ഈ കുട്ടികളുടെ സ്നേഹം കണ്ടില്ലേ? അവരെ അകത്ത് മാറ്റാൻ ശ്രമിക്കില്ലേ? ഇവിടെ കൊണ്ടുപോയാലും അവരൊന്നിച്ച് കഴിയണ്ടാണെങ്കിൽ അവരൊന്നിച്ച് കഴിയും. അവരൊന്നിച്ച് കഴിയും. അതിന്റെ തെളിവാ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പപ്പി സത്യം കാട്ടാത്ത വാശി പിടിക്കുന്നു. പപ്പി വിഷ്ണുട്ട കണ്ണു ഓർക്ക്. വിഷ്ണുട്ട മോളെ ഈ മരുന്ന് കഴിക്ക. എനിക്ക് വേണ്ട. കഴിക്കു പപ്പി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? സത്യം ചേച്ചമ്മ വന്നോ അമ്മ? വിഷ്ണു അച്ഛൻ പോയിട്ടുണ്ടല്ലോ പപ്പി. വിഷ്ണു അച്ഛൻ അവരെയും കൊണ്ടേ വരൂ.
ചേച്ചിയും കാണണമെന്ന് പറഞ്ഞ് പപ്പി നിർബന്ധം പിടിച്ചപ്പോ വിഷ്ണുവേട്ടൻ അവരെ വിളിക്കാനായിട്ട് പോയിരിക്കുക. അവര് വന്നാലേ ഭക്ഷണവും മരുന്നും കഴിക്കുമെന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ് പപ്പി. ദാ കണ്ടില്ലേ, ഇത് കഴിച്ചിട്ടില്ല.